യെസ്, ഇതാണ് ദുബായ് ഇന്റർനാഷണൽ ഫ്രീ സോൺ. കാണിക്കേണ്ട ആവശ്യം നമ്മൾ പല വീഡിയോയിലും ചെയ്തിട്ടുള്ള. നമ്മൾ 2 ഇയർ ആയിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെയാണ്. ഇപ്പൊ റീസെന്റ് ഷാർജയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എനിവേ ഫ്രീ സോണിൽ, ദുബായിലെ ഫ്രീ സോണുകളിൽ ഇത് ഇന്റർനാഷണൽ ഫ്രീ സോൺ ആണ്. ഇതുപോലത്തെ ഒത്തിരി ഫ്രീ സോൺസ് ഉണ്ട്. ഈ ഫ്രീ സോണിൽ എങ്ങനെ കമ്പനി സെറ്റപ്പ് ചെയ്യാം നോക്കാം. ഈ ഫ്രീ സോണിന്റെ ഡേ ആൻഡ് നൈറ്റ് വീഡിയോസ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിലുണ്ട്. അവർ ഓഫീസിനുള്ള പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാം. പുറത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ എങ്ങനെ കമ്പനി സെറ്റപ്പ് ചെയ്യാം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, അതിന്റെ പ്രോസസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാം. യെസ്, കമാൺ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ മിഥുൻ. നിങ്ങൾക്കറിയാം 2 ഇയർ ആയിട്ട് നമ്മൾ ദുബായിൽ നമ്മുടെ ഒരു കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫ്രീ സോണിലാണ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ഒരു 1 ഇയർ തൊട്ട് നമ്മൾ ഇവിടെ വന്ന് ഇവിടെ എടുക്കുന്ന വീഡിയോസിലൊക്കെ മിക്കപ്പോഴും കമന്റ് വരാറുള്ളത് ദുബായിൽ കമ്പനി സെറ്റപ്പ് ചെയ്യാൻ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുക, അതിന്റെ കോസ്റ്റ് എത്രയാണ്, ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ റീസെന്റ് ചെയ്ത വീഡിയോസിലും കമ്പനി സെറ്റപ്പ് ചെയ്യുന്ന വീഡിയോ ഇതിൽ ചെയ്തില്ല എന്ന് പറഞ്ഞു. സോ ക്വിക്കലി ഇന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നേക്കാന്ന് വിചാരിച്ചു. അത്ര വലിയ ഹെഡേക്ക് ഉള്ള കാര്യമൊന്നുമല്ല. വളരെ സിമ്പിൾ ആണ് ദുബായിൽ ഒരു കമ്പനി സെറ്റ് ചെയ്യാൻ. നമ്മുടെ നാട്ടിലെ പോലെ ഒരു ബിസിനസ് തുടങ്ങുകയോ നാട്ടിലൊരു ലൈസൻസ് അപ്ലൈ ചെയ്യുക, GST എടുക്കുക, നത്തിങ്. ഇവിടെ അങ്ങനെ ഒരു ഹെഡേക്കും ഇല്ല. ഫുൾ ഓൺലൈനിലാണ്. നിങ്ങൾ ഒരു സ്ഥലത്തും പോയി ക്യൂ നിൽക്കണ്ട. പഞ്ചായത്തിലും വില്ലേജിലൊക്കെ പോയി കരം തീർക്കാൻ ക്യൂ നിൽക്കുന്ന ഒന്നും ചെയ്യണ്ട. അക്ഷയയിലെ ആൾക്കാരുടെ ബോറിംഗ് പെരുമാറ്റം കാണണ്ട. വളരെ സിമ്പിൾ, യൂസർ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻസിനെ അത്രയധികം ബഹുമാനിക്കുന്ന ഒരു സ്ഥലമാണ് UAE. ഒരു പണിയില്ല, ഫുൾ ഓൺലൈൻ. ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് മെയിൽ ചെക്ക് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ഓരോ ഡോക്യുമെന്റ്സ് അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വിത്തിൻ 1 or 2 ഡേയ്സിനുള്ള അതിന്റെ അപ്ഡേറ്റ് കിട്ടും. അവർ ടാറ്റ് 3 ദിവസം എന്നൊക്കെ പറയും. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ വിസ അപ്ലൈ ചെയ്തു, 3 ദിവസം പിടിക്കുന്നു പറയും. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് സാധനം നിങ്ങളുടെ കയ്യിൽ കിട്ടും. സോ അത്ര എളുപ്പമാണ് അടുത്ത കാര്യങ്ങൾ. അധികം വലിച്ചു കിട്ടുന്നില്ല. എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, എത്ര പൈസയാവും, എത്ര രൂപയാവും ഒരു കമ്പനി സെറ്റപ്പ് ചെയ്യാൻ, ഇതിന്റെ റിന്യൂവൽ, അതിന്റെ മെയിന്റനൻസ് കാര്യങ്ങൾ, പിന്നെ എത്ര ദിവസം വേണം, ഇത് ടോട്ടൽ പ്രോസസ് എന്നുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ആൻഡ് ഇപ്പൊ ഞാൻ ഓൾറെഡി ദുബായ് ഫ്രീ സോണിലും നമുക്ക് ഷാർജ ഫ്രീ സോണിലും കമ്പനി ഓപ്പൺ ചെയ്തായിരുന്നു. ഈ 2 കാര്യം ഞാൻ കവർ ചെയ്യാം. ഇപ്പൊ ദുബായ് ഫ്രീ സോണിൽ, അത് തന്നെ ഇപ്പൊ ഇഫ്സയിലാണ് ഇരിക്കുന്നത്, ഇന്റർനാഷണൽ ഫ്രീ സോണിലാണ്. ഇത് മാത്രമല്ല ഒത്തിരി ഫ്രീ സോൺ ഉണ്ട് കേട്ടോ. ദുബായ് എയർപോർട്ട് ഫ്രീ സോൺ ഉണ്ട്. അങ്ങനെ കുറെ ഫ്രീ സോൺസ് ഉണ്ട്. ഞാൻ സെർച്ച് ചെയ്താൽ ഇഫ്സയുടെ ഒരു പ്രിമൈസസും ലൊക്കേഷനും ഒക്കെ അടിപൊളിയാണ്. പിന്നെ പെട്ടെന്ന് ഗ്രോയിങ് ആണ്, ഈസിയാണ് ആക്സസ് ഒക്കെ. നിങ്ങളോട് കണ്ടതാണ് ഇതിന്റെ സ്പേസസ് ഒക്കെ അല്ല, അത്ര സൂപ്പർ ആയിട്ടാണ് ഒരു ഫ്രീ സോൺ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇഫ്സയിൽ ഇന്റർനാഷണൽ ഫ്രീ സോണിൽ ഒരു കമ്പനി സെറ്റപ്പ് ചെയ്യാൻ വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒറ്റ പാസ്പോർട്ട്. നിങ്ങളുടെ പാസ്പോർട്ട് മാത്രമാണ് വേണ്ട ഒരു ഡോക്യുമെന്റ്. പാസ്പോർട്ട് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലിരുന്ന് തന്നെ ഇവിടെ ഒരു കമ്പനി സെറ്റ് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ ഇവിടുത്തെ ഒഫീഷ്യൽസിന് നിങ്ങളുടെ പാസ്പോർട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ വേണ്ട കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തോളും. നിങ്ങൾ നാട്ടിൽ തന്നെ ഇരുന്നാൽ മതി. തന്നെ അവർ പറയുമ്പോഴാണ് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുള്ളൂ. വരേണ്ട ആവശ്യമില്ല. ഇവിടെ കമ്പനി സെറ്റപ്പ് ചെയ്യാൻ നിങ്ങൾ ദുബായിൽ വരണ്ട. വിസ വേണമെങ്കിൽ, ബിക്കോസ് ഒരു ബാങ്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം, നിങ്ങൾക്ക് ഒരു വിസ ഇല്ല, പുതിയൊരു വിസ വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. അത് തന്നെ ഒത്തിരി തുടക്കം തൊട്ട് വരുമൊന്നും വേണ്ട. നിങ്ങൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്ത് അതിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അവർ ടെമ്പററി ഒരു എൻട്രി പെർമിറ്റ് വരും. ഈ എൻട്രി പെർമിറ്റ് കിട്ടിയതിനു ശേഷം ഇവിടെ വന്നാൽ മതി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എമിറേറ്റ്സ് ID, ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ആധാർ കാർഡൊക്കെ പോലെ ദുബായിയുടെ ID ആണ് എമിറേറ്റ്സ് ID. എമിറേറ്റ്സ് ID കിട്ടാനും അതിന്റെ ബയോമെട്രിക്സ് ചെയ്യാനും. ഈ ബയോമെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാർ കാർഡ് പോലെയൊന്നും അല്ല കേട്ടോ, കണ്ണും കൈയൊന്നും പോലെയല്ല. ഇവിടെ കണ്ണും കൈയും ഫുൾ സ്കാൻ ചെയ്യും. സോ അതൊക്കെ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ബയോമെട്രിക്സും മെഡിക്കലും ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ദുബായിലേക്ക് വരേണ്ട ആവശ്യമുള്ളൂ. സോ ഡോക്യുമെന്റ് വൈസ് ഒരേ ഒരു സാധനം നിങ്ങൾക്ക് വേണ്ടു, നിങ്ങളുടെ പാസ്പോർട്ട്. സോ നെക്സ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ഇതായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത്. എത്ര രൂപ വരും, എത്ര പൈസ വരും? അത് വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ്. കോസ്റ്റിന്റെ കേസ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഈ മാസം ഇഫ്സയിൽ ഒരു ഓഫർ ഉണ്ട്, ഫ്രീ വിസ ഉണ്ട്. സാധാരണ വിസയ്ക്ക് 3700 ദിർഹം ഇൻറ്റു 23 വെച്ച് കൂട്ടിയാൽ നിങ്ങൾക്ക് നാട്ടിലെ വില കിട്ടും. സോ 3700 4000 ദിർഹം കോസ്റ്റ് വരാറുണ്ട്. ഇൻറ്റു 23 വെച്ച് കൂട്ടി വെക്കുക. ഞാൻ മൊത്തം ദിർഹത്തിലാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, കാരണം കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സമയം പിടിക്കും. സോ ഇപ്പൊ ഒരു ഓഫർ നടക്കുന്നത്, ഒരു വിസ നിങ്ങൾക്ക് ഫ്രീ ഉണ്ട്. ഇത് ഈ മാസമുള്ള ഓഫറാണ്. മേ ബി നെക്സ്റ്റ് മന്തിലും ഉണ്ടാവാം, പക്ഷെ അറിയില്ല, അത് ഒരേ മാസം മാറിക്കൊണ്ടിരിക്കും. സോ അങ്ങനെ ഒരു ഓഫറും കറന്റ് റണ്ണിംഗ് ആണ്. ആൻഡ് കമ്പനി സെറ്റപ്പിൽ മെയിൻലി കോസ്റ്റ് വരുന്നത് ഏത് ട്രേഡ് ലൈസൻസ് എടുക്കുന്നു നോക്കിയാണ്. നിങ്ങളുടെ ബിസിനസ്, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്ത് ബിസിനസ് ചെയ്യാനാണ് നിങ്ങൾ ഇവിടേക്ക് വരുന്നത്? ഒരു മാർക്കറ്റിംഗ് ആണോ, IT, സോഫ്റ്റ്വെയർ കമ്പനികളാണോ, അതല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ട്രേഡിംഗ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ബിസിനസ് ആക്ടിവിറ്റിയാണ്, ആ ആക്ടിവിറ്റിക്ക് ഓരോന്നിനും സെപ്പറേറ്റ് കോസ്റ്റുകളാണ്. എനിവേ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന കോസ്റ്റ് പറയാം. മോസ്റ്റ് ഓഫ് ദ ആക്ടിവിറ്റിക്കും ഈ ഒരു റേഞ്ച് തന്നെയാണെന്ന് തോന്നുന്നു. എനിക്ക് മൊത്തം ഇഫ്സയിൽ ചെലവായത് ഒരു 20,000 to 21,000 AED. വീണ്ടും പറയുന്നു, ഇൻറ്റു 23 ഇട്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് നാട്ടിലെ പ്രൈസ് കിട്ടും. സോ ഒരു 20,000 21,000 രൂപയാണ് നോർമലി. ഇപ്പം ഈ ഓഫർ റണ്ണിംഗ് ഉള്ളത് കൊണ്ട് ഓൾമോസ്റ്റ് 18,000 സംതിങ്ങിന് നിങ്ങൾക്ക് ഇൻക്ലൂഡിംഗ് ഒരു വിസ കിട്ടും. ഇത് തന്നെ 2 വിസയുണ്ട്, ഇൻവെസ്റ്റർ വിസയുണ്ട്, എംപ്ലോയി വിസയുണ്ട്. ഇത് കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല, രണ്ടും ഏകദേശം ഒരുപോലെയാ. എംപ്ലോയി വിസ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് കമ്പനി ആയിരിക്കും, നിങ്ങൾ മാത്രം ഓണറുള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനിയിൽ നിങ്ങളൊരു ജനറൽ മാനേജറോ അങ്ങനെ ഒരു എംപ്ലോയി ആയി വെച്ചിട്ട് ഒരു എംപ്ലോയിയുടെ വിസ തരും. അല്ല, ചിലർക്ക് അങ്ങനെ എംപ്ലോയി ആയിരിക്കാൻ താല്പര്യമില്ല. എന്തായാലും കമ്പനി സെറ്റപ്പ് ചെയ്യാൻ ഇവിടെ വരുന്നത്, എനിക്ക് ഇൻവെസ്റ്റർ എന്നുള്ളൊരു വിസ കാണുമ്പോൾ, അല്ലെങ്കിൽ എമിറേറ്റ്സ് സൈഡിൽ ഇൻവെസ്റ്റർ എന്ന് കാണുന്നത് പ്രത്യേകത ഉണ്ടല്ലോ. സോ ഇൻവെസ്റ്റർ വിസയുണ്ട്, എംപ്ലോയി വിസയുണ്ട്. ഇൻവെസ്റ്റർ വിസ ആണെങ്കിൽ ഒരു 1000 രൂപ കൂടുതൽ വരും. സോ 18,000 + 1,000 ഒരു 19,000 സംതിങ്. എക്സാക്ട് ഫിഗർ ഞാൻ പറയുന്നില്ല, റൗണ്ട് ഫിഗർ ആണ് പറയുന്നത്. സോ ആ വിസ, ഇൻവെസ്റ്റർ വിസ വേണമെങ്കിൽ ഒരു 1000 ദിർഹം കൂടുതൽ വരും. അല്ല, ഒരു ജനറൽ മാനേജർ എന്നുള്ള പോസ്റ്റ് മതി, അത് തന്നെ നല്ലതാണ്. ഞാനത് എടുത്തായിരുന്നു കേട്ടോ.
എന്റെ വിസയിൽ മാനേജർ മിഥുൻ FZ CO എന്നുള്ളതാണ് കമ്പനി. അതിന്റെ എന്റെ പോസ്റ്റ് ജനറൽ മാനേജർ എന്നുള്ള വിസയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സോ അറൌണ്ട് ഇപ്പോഴത്തെ ഒരു ഓഫർ അനുസരിച്ച് 18,000 സംതിങ് വരും. നോർമലി ഇതൊരു 21,000 വരെ വരാം. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന മന്ത്ലി സ്കീം അനുസരിച്ചിരിക്കും. ഇതൊരു അഫോർഡബിൾ റേറ്റ് ആണ്. ദുബായ് നിങ്ങൾക്ക് അറിയാം, ഇൻവെസ്റ്റേഴ്സിനെ എങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇതൊരു നഷ്ടമായി കൂട്ടണ്ട, ബിസിനസ് ഉള്ളവർക്ക് ഒരു നഷ്ടമായി കൂട്ടണ്ട. യെസ്, ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഒരു കോവർക്കിംഗ് സ്പേസിലാണ്. നമ്മളൊരു കമ്പനി സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു മീറ്റിംഗ് ഹോൾസ്, ഇങ്ങനെ കുറേ ഫെസിലിറ്റി ഉണ്ട് ഇവിടെ. സോ ഇവിടെ എന്തൊക്കെ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോകും. സോ ഇവിടുത്തെ അമ്യൂണിറ്റീസും ഇവിടെ എങ്ങനെയാണ് സൗകര്യങ്ങൾ, ഇവിടുത്തെ മീറ്റിംഗ് ഹോളൊക്കെ ഞാൻ ഇതിന്റെ ഒപ്പം വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. തൽക്കാലം ക്വിക്ലി നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. സോ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു കോവർക്കിംഗ് സ്പേസ് ആണ്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇതുപോലത്തെ ഒത്തിരി മീറ്റിംഗ് ഹോൾസ് ഉണ്ട്, നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇവരുടെ പെർമിഷൻ എടുക്കുന്നത് മാത്രം, നേരത്തെ ബുക്ക് അപ്പോയിന്റ്മെന്റ് എടുത്ത് യൂസ് ചെയ്യാം. അത് മാത്രമല്ല നിങ്ങൾക്ക് ഒരു ഫ്ലെക്സി ഡെസ്കും ഇതിന്റെ ഒപ്പം ഫ്രീ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ വന്നിട്ട് നിങ്ങളുടെ വർക്കുകൾ ചെയ്യാം. പഴയ എന്റെ വീഡിയോസിൽ നമ്മുടെ സ്പേസസ് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. സോ സ്പേസിന്റെ കാര്യങ്ങളൊന്നും ഇതിൽ കവർ ചെയ്യാൻ നിൽക്കുന്നില്ല. ഇങ്ങനെ ഒത്തിരി പ്രിവിലേജസ് ഉണ്ട്. ഇതുപോലത്തെ ഒരു മീറ്റിംഗ് ഹാൾ ഉണ്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഡെസ്ക് ഉണ്ട്, 2 ചെയർ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. അത് നിങ്ങളുടെ വിസ അനുസരിച്ച്, നിങ്ങൾക്ക് ഒരു വിസ ആണെങ്കിൽ ഒരു ചെയർ, 2 വിസ പാക്കേജ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 വർക്ക് സ്റ്റേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? ഫോർച്ചുനേറ്റ്ലി നിങ്ങൾ എന്നെ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ബിക്കോസ് നമ്മൾക്ക് ഓൾറെഡി ഇഫ്സി ആയിട്ടൊരു ടൈപ്പ് ഉള്ളതുകൊണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്റർമീഡിയറ്റ് ആണ് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തരും. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തെങ്കിലും കമ്മീഷൻ കിട്ടാനുള്ള പരിപാടിയാണെന്ന്. 1 രൂപ പോലും നിങ്ങൾ നമുക്ക് കമ്മീഷൻ ഒന്നും തരേണ്ടതില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ പുറത്ത് അന്വേഷിച്ചോ, ഇഫ്സയിൽ ഒരു ലൈസൻസ് ബുക്ക് ചെയ്യാൻ നിങ്ങൾ പുറത്ത് എത്ര കോസ്റ്റ് വരുന്നു നോക്കുക, കൊട്ടേഷൻ എടുക്കുക, ദെൻ നമ്മുടെ എടുക്കുക. ബിക്കോസ് നമ്മൾ ഒരു കമ്മീഷനും ഒരു ഫീസും നിങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്നില്ല. ബിക്കോസ് ഞങ്ങൾ ഇവിടെ ഓൾറെഡി സെറ്റപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇഫ്സ നമുക്കൊരു റെഫറൽ കമ്മീഷൻ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് ക്ലയൻസിന്റെ അടുത്ത് നമ്മൾ ഒരു കമ്മീഷനും മേടിക്കാതെ ഫ്രീ ആയി നിങ്ങൾക്ക് കമ്പനി സെറ്റപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ദാറ്റ് മീൻസ് നമ്മൾ 1 രൂപ പോലും എക്സ്ട്രാ മേടിക്കുന്നില്ല. ആൻഡ് നിങ്ങൾക്ക് മറ്റ് ഏജൻസ് ഒത്തിരി ആൾക്കാരുണ്ട്, ദുബായിൽ സെറ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഏജൻസികളൊക്കെ ഉണ്ട്. അവരുടെ അടുത്ത് കൺസൾട്ട് ചെയ്യാം. ഐ എം ഷുവർ ഒരു 1000 ദിർഹമെങ്കിലും നമ്മുടെ അടുത്ത് കുറവുണ്ടാവും. സോ ബിക്കോസ് നമ്മൾ എക്സ്ട്രാ ഒന്നും മേടിക്കില്ല. നോർമലി ഞാൻ ഒരു കമ്പനി സെറ്റപ്പ് ചെയ്യാൻ നോക്കിയപ്പം ഒത്തിരി ഏജൻസുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇവരൊക്കെ നോർമലി 1000 തൊട്ട് 2000 ദിർഹം വരെയാണ് അവരുടെ പ്രോസസ്സിംഗ് കമ്മീഷൻ മേടിക്കുക. സോ ഇത് നമുക്ക് അതിന്റെ ആവശ്യമില്ല. ബിക്കോസ് നമുക്ക് ഓൾറെഡി ഇഫ്സയിൽ നമ്മുടെ റിലേഷൻഷിപ്പ് മാനേജേഴ്സ് ഉണ്ട്, അവർ വേണ്ട കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്തോളൂ. സോ ഓൺലി തിങ് നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആൻഡ് നിങ്ങളുടെ പാസ്പോർട്ട് മാത്രം ഇവർക്ക് അയച്ചു കൊടുക്കുക ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ നെക്സ്റ്റ് ഇതിന്റെ പ്രോസസ് ഫ്ലോ എങ്ങനെയാണ്, എന്തൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ് നിങ്ങൾ പോകേണ്ടത്? ഒന്നും ചെയ്യേണ്ട, ഒരേ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ട് താഴെ കാണുന്ന നമ്പറിൽ നമ്മുടെ ടീമിന് ഷെയർ ചെയ്യുക. ബാക്കിയുള്ളത് അവർ ആ ഫ്ലോയിലേ ഓടിച്ചോളും. ഒരു 10-15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനി സെറ്റപ്പ് ചെയ്യാം, നിങ്ങൾക്ക് UAE ട്രാവൽ ചെയ്യാം. സോ ഫസ്റ്റ് തിങ് നിങ്ങൾ പാസ്പോർട്ട് അയച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രീ സോൺ അതോറിറ്റിക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് മാനേജർക്ക് അയച്ചു കൊടുത്തിട്ട് അവർ നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയുടെ നെയിം അവൈലബിലിറ്റി, അതുപോലെ ആ കമ്പനി അവരുടെ ലൈസൻസ് അപ്രൂവ്ഡ് ആണോ, ഇവിടെ ചെയ്യാൻ പാകത്തിനുള്ള ബിസിനസ് ആണോ എന്നൊക്കെ വെരിഫൈ ചെയ്തിട്ട് അവർ കൺഫേം ചെയ്യും. അതിനുശേഷം നിങ്ങൾ പേയ്മെന്റ് ചെയ്യുക. ഈ പറയുന്ന പേയ്മെന്റ് ഒരു 15,000 ലൈസൻസിന് വേണ്ടി വരും. ദെൻ എസ്റ്റാബ്ലിഷ്മെന്റ് കാർഡ് ഒരു 2,000. ദെൻ വിസ ഇപ്പോൾ ഫ്രീ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി. അങ്ങനെ ഇതെല്ലാം കൂട്ടിയുള്ള പേയ്മെന്റ്. ഇപ്പോഴത്തെ പേയ്മെന്റ് 18,000, നെക്സ്റ്റ് 21,000 ദിർഹംസ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക. അത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. എല്ലാ ഡീറ്റെയിൽസും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സെപ്പറേറ്റ് ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞു തരേണ്ട കാര്യമില്ല. സ്റ്റെപ്പ് 1 നിങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ ബാക്കി അവർ വാട്സപ്പിലൂടെ നിങ്ങൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളും. ഒപ്പം നിങ്ങൾക്ക് അതിന്റെ ഫോളോ അപ്പ് മെയിൽസും കിട്ടും. സോ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുക. സോ ആവറേജ് കോസ്റ്റ് പാർട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 18,000 ഇപ്പം നെക്സ്റ്റ് മന്ത് ഒക്കെ 21,000 ഒക്കെ ഒരു ആവറേജ് റേറ്റ് ഉണ്ട്. ആൻഡ് മെയിൻ റിന്യൂവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ കൊല്ലവും നിങ്ങൾക്ക് ഒരു റിന്യൂവൽ ഉണ്ട്. സിൻസ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയില്ല അത് തുറക്കത്തില്ല. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആണ്, റിന്യൂവൽ കോസ്റ്റ് ഞാൻ നോക്കില്ല എന്നുള്ളത്. സോ ഒരു റിന്യൂവൽ കോസ്റ്റ് ഉണ്ട്. ആൻഡ് റിന്യൂവൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം കോസ്റ്റ്, നിങ്ങൾ തുടക്കം കമ്പനി രജിസ്റ്റർ ചെയ്യപ്പോൾ കൊടുത്തിരിക്കുന്ന കോസ്റ്റ്, ആ സെയിം കോസ്റ്റ് തന്നെയാണ് റിന്യൂവൽ കോസ്റ്റ്. നിങ്ങൾ ഇനീഷ്യലി കൊടുത്ത 18,000 ആണെങ്കിൽ റിന്യൂ ചെയ്യുമ്പോഴും ആ എമൗണ്ട് തന്നെ കൊടുക്കുക. സോ എവറി ഇയർ ഈ ഒരു എമൗണ്ട് നിങ്ങൾ കൊടുക്കണം. ഇതാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു കമ്പനി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരേ ഒരു കോസ്റ്റ്. ആൻഡ് ബെനിഫിറ്റ് കിട്ടുന്നത് ഓഫ് കോഴ്സ് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. ദുബായിൽ എന്തിന് വരണം, ഇവിടെ നല്ല ഗുണങ്ങൾ. ഓഫ് കോഴ്സ് ടാക്സ് ബെനിഫിറ്റ്, 1 രൂപ ഇൻകം ടാക്സ് കൊടുക്കണ്ട. ആൻഡ് ആകെയുള്ള ഒരു 5% വാറ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തെങ്കിലും സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവിടെ അങ്ങനെ ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ, പൈസ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 5% വാറ്റ് ഉണ്ട്, നത്തിങ് എൽസ്. ബാക്കി പറയുന്ന സംഭവങ്ങളൊക്കെ ഫ്രീ ആണ്. ആസ് എ ട്രേഡർ, എന്റെ പ്രൊഫഷൻ ട്രേഡർ ആണ്. എനിക്ക് ട്രേഡിംഗ് ഇൻകം നാട്ടിൽ 30% ടാക്സ് കൊടുക്കണം. ഇപ്പൊ നമ്മൾ റീസെന്റ് US മാർക്കറ്റും സ്റ്റാർട്ട് ചെയ്തു. US മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ അവിടെ 40% ടാക്സ് ഉണ്ട്. ഇത് രണ്ടും UAE ഇല്ല. അതായത് ഇന്ത്യയിലുള്ള 30% ഇല്ല, US മാർക്കറ്റ് ട്രേഡ് ചെയ്യുമ്പോൾ 40% വരുന്ന ടാക്സും 1 രൂപ പോലും കൊടുക്കേണ്ട എന്നുള്ളതാണ് എന്റെ അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ആക്ടിവിറ്റി പോലെ ഇരിക്കും. നിങ്ങളിവിടെ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്. എനിവേ ഇൻകം ടാക്സ് ഇല്ല, വാറ്റ് ഉള്ളത് ഒരു 5% വാറ്റ് ഉണ്ട്. യെസ്, നൗ തേർഡ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, എത്ര സമയം പിടിക്കും ഒരു കമ്പനി സെറ്റ് ചെയ്യാനായിട്ട്? എത്ര ദിവസം പിടിക്കും? ഞാൻ പറഞ്ഞ പോലെ കമ്പനി സെറ്റ് ചെയ്യാൻ നിങ്ങൾ UAE വരണമെന്നില്ല. നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെ കമ്പനി സെറ്റ് ചെയ്യാം. സോ അതിന് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഫസ്റ്റ് ഒരു പാസ്പോർട്ട് നമ്മുടെ ടീമിന് അയച്ചു കൊടുക്കുക. അവർ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും. നിങ്ങളുടെ കമ്പനിയുടെ നെയിം എന്താണ്, ഏത് ആക്ടിവിറ്റിയാണ് നിങ്ങൾ കമ്പനി ചെയ്യുക, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് അയച്ചു കൊടുത്താൽ ഇവരിത് ഫില്ല് ചെയ്ത് ഫ്രീ സോണിന് അയക്കും. എൻ്റെ ഫ്രീ സോണിൽ അപ്രൂവൽ എടുക്കും. ഇങ്ങനെ ആക്ടിവിറ്റി പറ്റും,
ഈ കമ്പനിയുടെ പേര് ഇന്ന പേര് പറ്റും യെസ് അതൊക്കെ പറ്റിയിട്ട് അവർ നിങ്ങൾക്ക് ഒരു കൊട്ടേഷൻ വെച്ച് ഈ കൊട്ടേഷനുള്ള എമൗണ്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക. ഇതിനൊരു ആവറേജ് 5 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് യു എയിൽ എൻ്റർ ചെയ്യാനുള്ള എൻട്രി പെർമിറ്റ് അവർ അയച്ചു തരും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു എയിലേക്ക് ട്രാവൽ ചെയ്യാം. എന്തിനാണ് ട്രാവൽ ചെയ്യുന്നത്? വിസ വേണമെങ്കിൽ ഇവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. സോ എനിവേ ഒരു വിസ എന്തായാലും നമുക്ക് വേണ്ടി വരും. സോ വിസ ഹോൾഡർക്ക് യു എയിലേക്ക് ട്രാവൽ ചെയ്യാം. അത് 2 രീതി ചെയ്യാം കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇൻസൈഡ് യു എയിൽ എത്തിയതിനു ശേഷം ഇത് പ്രോസസ് തുടങ്ങാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിർത്തിയിട്ടും തുടങ്ങാം. യു എയിൽ എത്തിയിട്ട് പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രശ്നം വിസിറ്റിംഗ് വിസ എടുത്ത് വരണം. അതിന് 6000-7000 രൂപ ചിലവ് വരും. പിന്നെ ഇവിടെ വരുമ്പോൾ വിസിറ്റിംഗ് വിസ ക്യാൻസൽ ചെയ്ത് വീണ്ടും പെർമിറ്റിലേക്ക് മാറ്റാനുള്ള ഒരു കോസ്റ്റ്, അതും ഒരു 1000 രൂപ. സോ ബെറ്റർ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്ത് എൻട്രി പെർമിറ്റ് കിട്ടിയതിന് ശേഷം മാത്രം യു എയിലേക്ക് വരുന്നത് നല്ലത്. അപ്പോഴാണ് ഈ കോസ്റ്റിൽ നിൽക്കുള്ളൂ. സോ ഒരു 5-7 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് യു എയിൽ വരാം. യു എയിൽ വന്നതിന് ശേഷം 2 കാര്യങ്ങൾ ചെയ്യേണ്ടതുള്ളത്. ഒന്ന് മെഡിക്കൽ, നിങ്ങളുടെ മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യണം. സെക്കൻഡ്, നിങ്ങൾക്ക് എമിറേറ്റ്സ് ഐഡിക്കുള്ള ആപ്ലിക്കേഷൻ വയ്ക്കണം. ഇതിനാണ് കുറച്ച് സമയം എടുക്കുന്നത്. കുറച്ചെന്ന് വെച്ചാൽ അത്ര നീളമൊന്നുമില്ല കേട്ടോ. ഇതിന്റെ അപ്പോയിന്റ്മെന്റ് ചിലപ്പോൾ 3 to 5 ഡേയ്സ് കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതാണ് ഒരു ഡിലേ ഉള്ളത്. ബയോമെട്രിക്സ്, നിങ്ങളുടെ കൈയും കണ്ണൊക്കെ സ്കാൻ ചെയ്യാനുള്ള ബയോമെട്രിക്സ് ചെയ്യാനുള്ള ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടാനുണ്ട്. സോ എല്ലാം കൂടി നിങ്ങൾ ആ പാസ്പോർട്ട് അയച്ചു കൊടുക്കുന്ന മൊമെന്റ് തൊട്ട് നിങ്ങൾ യു എയിലെത്തി മെഡിക്കലും ബയോമെട്രിക്സും ചെയ്ത് എമിറേറ്റ്സ് ഐഡി പോസ്റ്റ് വഴി നിങ്ങൾക്ക് കിട്ടും. ബയോമെട്രിക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 to 5 ഡേയ്സ് മാക്സിമം. ഇത് ഞാൻ മാക്സിമം ആയിട്ട് പറയണത്, ചിലപ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ കിട്ടാം. 3 to 5 ഡേയ്സിനുള്ള എമിറേറ്റ്സ് ഐഡി നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ കിട്ടും. നിങ്ങൾ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ പോയി നിങ്ങളുടെ പാസ്പോർട്ടോ ഡീറ്റെയിൽസ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. പരിപാടി തീർന്നു. സോ എല്ലാത്തിനും കൂടി എനിക്കെടുത്തത് ഒരു 15 ഡേയ്സ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ 10 ദിവസം കൊണ്ടും കിട്ടിയെന്ന് വരാം. അല്ല നിങ്ങൾ ഇൻസൈഡ് യു എ ഉള്ള ആളാണ്, അല്ലെങ്കിൽ ഓൾറെഡി യു എ വിസ നിങ്ങൾ ഓൾറെഡി ഉണ്ട്, ഒരു കമ്പനി രജിസ്റ്റർ ചെയ്താൽ മതിയെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് യു എയിലുള്ള ആൾക്കാർ, ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ യു എ വിസ ഗോൾഡൻ വിസയൊക്കെ ഉള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരണമെങ്കിൽ ഈ പറയുന്ന വിസയുടെ ആവശ്യമില്ല. കമ്പനി രജിസ്റ്റർ ചെയ്യുക, ഒരു 3 to 5 ഡേയ്സിനുള്ള പരിപാടി തരും. അല്ല ഒരു വിസ ഉൾപ്പെടെ ഇവിടെ വന്ന് ഇവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്യണമെങ്കിൽ അപ് ടു 15 ഡേയ്സ്, മാക്സിമം 20 ഡേയ്സ്, അതിക്കുള്ള പുറത്തേക്ക് പോകില്ല. ഫൈൻ, ഇത്ര ദിവസത്തിനുള്ള പരിപാടി തീർന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്ര ഈസി സ്റ്റെപ്പ് കൊണ്ട് നിങ്ങൾക്ക് ദുബായിൽ ഇതുപോലെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാം. സോ 3 കാര്യങ്ങൾ വേണ്ട. ഡോക്യുമെന്റ് ഓൺലി പാസ്പോർട്ട്. എത്ര രൂപ വരും? 15,000 കമ്പനി രജിസ്റ്റർ ചെയ്യാൻ. വിസയ്ക്ക് ഉൾപ്പെടെ ഒരു 18 to 21,000. ഇപ്പോൾ ഓഫർ ഉള്ളതുകൊണ്ട് 18,000 സംതിങ് കിട്ടും. ഓഫർ ഇല്ലെങ്കിൽ ഒരു 21,000 വരെ വരും. ഞാൻ പറയുന്നത് ഞങ്ങളൊരു കമ്മീഷൻ പോലും എടുക്കുന്നില്ല കേട്ടോ. 0 കമ്മീഷൻ. നിങ്ങൾക്ക് ആബ്സൊല്യൂട്ട്ലി 0 കമ്മീഷൻ. ഡയറക്റ്റ് ഫ്രീ സോണിൽ നിന്നാണ് ലൈസൻസ് എടുത്ത് തരുന്നത്. ആൻഡ് സമയം ഒരു 15 ഡേയ്സ്. അങ്ങ് അറ്റം പോയി കഴിഞ്ഞാൽ ഈ എമിറേറ്റ്സ് സൈഡ് നിങ്ങളുടെ കൈ കിട്ടാനുള്ള പോസ്റ്റൽ ഡിലേ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബയോമെട്രിക്സ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അപ്പോയിന്റ്മെന്റ് എങ്കിൽ മാക്സിമം 20 ഡേയ്സ്, ഒരു 15 ദിവസം. അതിൽ തന്നെ ഒരു 10 ദിവസം നിങ്ങൾ യു എയിൽ നിന്നാൽ മതി. തുടക്കത്തിലെ ദിവസങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ എൻട്രി പേയ്മെന്റ് കിട്ടിയതിന് ശേഷമാണല്ലോ നിങ്ങൾ യു എയിലേക്ക് വരുന്നത്. സോ ഒരു 10-15 ഡേയ്സ് ആണ് നിങ്ങൾ യു എയിൽ സ്റ്റേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ഏതെങ്കിലും ഹോട്ടൽ എടുത്ത് സ്റ്റേ ചെയ്താൽ മതി. എമിറേറ്റ്സ് ഐഡി പോസ്റ്റിൽ കൈ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാം. പിന്നെ ഒരു കാര്യം പറഞ്ഞു പോയി, ഇനി ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ ചെയ്യണമെന്നുള്ളത്. സോ ഒരു ഇൻവെസ്റ്റർ വിസയിലാണെങ്കിൽ 1 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ ഇവിടെ യു എയിൽ വന്നിരിക്കണം. അല്ലെങ്കിൽ ഒന്നുകൂടി പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 1 കൊല്ലത്തിൽ കൂടുതൽ നിങ്ങൾക്ക് യു എ പുറത്ത് നിൽക്കാൻ പാടില്ല. അപ്പൊ എനിക്ക് എമിറേറ്റ്സ് ഐഡി കിട്ടി ഇന്ത്യയിലേക്ക് പോയി. അടുത്ത 365 ദിവസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഞാൻ യു എയിൽ വന്നിട്ടുണ്ടാവണം. ഓൺലി ആ ഒരു കണ്ടീഷനേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം വന്ന് ജസ്റ്റ് എൻ്റർ ചെയ്ത് പിറ്റേ ദിവസം പോകാം ഹോട്ടൽ ബുക്ക് ചെയ്ത്. പിന്നെ ബുർജ് ഖലീഫയോ ദുബായ് മാളോ കണ്ടിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ വീട്ടിലേക്ക് പോകാം. അതാണ് ഒരു ഫ്യൂച്ചർ ഇതുള്ളൂ. സോ 1 കൊല്ലത്തിനുള്ളിൽ ഒരിക്കൽ ഇവിടെ വരണം. ആൻഡ് എല്ലാ കൊല്ലവും റിന്യൂ ചെയ്യണമെങ്കിൽ ഈ സെയിം ഫീസ് കൊടുക്കണം. ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സംഭവം. ഇനി കൂടുതൽ പറഞ്ഞ് ഞാൻ വീഡിയോ ലെങ്ത് ആക്കുന്നില്ല. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ടീം 1 by 1 ഗൈഡ് ചെയ്യും. ഓൾമോസ്റ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സോ ദുബായിലൊരു വിസ അല്ലെങ്കിൽ ദുബായിലൊരു കമ്പനി രജിസ്റ്റർ ചെയ്യണമെന്ന് താല്പര്യമുള്ളവരൊക്കെ താഴെ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്യുക. ആൻഡ് 1 more, നിങ്ങൾക്ക് അറിയാം ദുബായിൽ പ്രൊമോഷൻ ഭയങ്കര കൂടുതലാണ്. ഞാനാണെങ്കിലും ഇവിടെ ഒരു വിസ, എനിക്ക് വേണ്ടത് ഒരു ബാങ്ക് അക്കൗണ്ട് ആയിരുന്നു. സോ ബാങ്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു വിസ മതി. ഈ വിസേനെ പറ്റി സെർച്ച് ചെയ്തപ്പോൾ യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസ്, വിസ അവൈലബിൾ 5000 ദിർഹം അല്ലെങ്കിൽ 6000 ദിർഹത്തിന് 2 year വിസ, അങ്ങനെ കുറേ സംഭവങ്ങൾ, എംപ്ലോയർ വിസയാണ് അതൊക്കെ. ഞാൻ അതൊക്കെ ഒത്തിരി അന്വേഷിച്ചു. അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തരുന്നത് ഏതോ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയുടെ പേർക്ക് നിങ്ങൾക്ക് വിസ തരാ ചെയ്യുന്നത്. അവിടെ ഒരു പ്രശ്നമുള്ളത് മാസം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ കമ്പനിയിൽ നിന്ന് ഒരു സാലറി ക്രെഡിറ്റ് ചെയ്യണം, അത് നിങ്ങൾ പേ ചെയ്യണം. അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻ ഉണ്ട്. ഇതിന് ഈ കമ്പനി എന്തെങ്കിലും ഫ്രോഡ് ചെയ്താൽ അങ്ങനെയൊക്കെ വരാം. ദുബായിലെ നിയമങ്ങൾ ഭയങ്കര ശക്തമാണ്. ഈ കമ്പനിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ പാർട്ട്ണർ വിസയുണ്ട്, അങ്ങനത്തെ വിസയുണ്ട്. 10,000 രൂപയ്ക്കും 5,000 രൂപയ്ക്കും പാർട്ട്ണർ വിസ. നിങ്ങളെയും വേറൊരാളെയും പാർട്ട്ണർഷിപ്പിൽ ഒരു കമ്പനി ഉണ്ടാക്കും. അയാളൊക്കെ എന്തെങ്കിലും ഫ്രോഡ് ചെയ്താൽ നിങ്ങളും റെസ്പോൺസിബിൾ ആവും, ബിക്കോസ് നിങ്ങൾ കമ്പനിയുടെ വൺ ഓഫ് ദി ഡയറക്ടർ ആയതുകൊണ്ട്. സോ ഇത്തരം ലൂപ്പ് ഹോൾസിൽ പോവാതിരിക്കുക. ഈ പറയുന്ന 5,000 രൂപ ചീപ്പ് കോസ്റ്റിനുള്ള വിസകൾ അല്ലെങ്കിൽ 2 പേര് കൂടി പാർട്ട്ണർഷിപ്പ് വിസകൾ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക നിങ്ങൾക്ക്. കാരണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ ദുബായിയുടെ നിയമങ്ങൾ നിങ്ങൾക്ക് അറിയാലോ, തലവെട്ടി കളയുന്നൊന്നുമല്ല, നിയമങ്ങൾ ശക്തമാണ്, വലിയ ഫൈൻ അടയ്ക്കേണ്ടി വരും. സോ ഇത്തരം ഊടായ്പ പരിപാടിക്ക് പോകാതിരിക്കുക. ഒത്തിരി ഞാൻ എന്തൊരു വീഡിയോ ഇൻസ്റ്റയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീഡിയോസ്, ഈ എന്താ പറയുക, ലോ കോസ്റ്റിൽ വിസ 5,000 രൂപ 6,000 രൂപ ഒന്നുമില്ല. ദുബായിൽ ഫ്രീ സോണിൽ രജിസ്റ്റർ ചെയ്യാൻ ഏകദേശം ഇത്ര രൂപ വരും. അതിന് ഇയർലി റിന്യൂവൽ കോസ്റ്റ് ഇത്ര വരും. ഇവൻ മെയിൻലാൻഡിലാണെങ്കിൽ ഒരു 15,000 രൂപയ്ക്കോ ഒരു 15,000 ദിർഹമാണ് മെയിൻലാൻഡിൽ കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ. പക്ഷെ അവിടെ നിങ്ങൾക്ക് ഒരു ഓഫീസ് അഡ്രസ് ഒക്കെ വേണം. വെർച്വൽ അഡ്രസ് തരുന്ന ഒത്തിരി സ്ഥാപനങ്ങളുണ്ട് സ്റ്റിൽ. പക്ഷെ അതിന് നിങ്ങൾക്ക് ഒരു ഇയർലി ഇത്ര രൂപ വെച്ച് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അല്ല ദെൻ റിന്യൂവൽ മെയിൻലാൻഡിൽ ഒരു 9,000-10,000 രൂപ റിന്യൂവൽ വരും. പിന്നെ ഇവിടെ ബിൽഡിംഗ് വാടകയ്ക്ക് എടുക്കുന്നതിനുള്ള കോസ്റ്റ്
നെക്സ്റ്റ് ഇയർ തൊട്ട് റെന്റൽ സാധനം വേണം. നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ഒഫീഷ്യലി ഇവിടെ എന്തെങ്കിലും സെല് ചെയ്യാൻ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ മെയിൻലാൻഡിൽ എടുക്കുന്നത് നല്ലത്. അല്ല നിങ്ങൾക്ക് ഒരു വെർച്വൽ കാര്യങ്ങളാണ്, വീട്ടിലിരുന്ന് ചെയ്താൽ മതി, ദുബായിൽ വരേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ ബിസിനസ്, IT ബിസിനസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി, ഇതൊക്കെ ഫ്രീ സോൺ ആണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ ദുബായ് ഫ്രീ സോണിന് ഈ പറയുന്ന 18,000 to 19,000 റിന്യൂവൽ കോസ്റ്റും വരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ എമിറേറ്റ്സിൽ പോകാം, ഷാർജയിലോ റാസൽ ഖൈമയിലോ ഒക്കെ അതിലും കോസ്റ്റ് ഉണ്ട്. ദുബായിൽ കോസ്റ്റ് കൂടുതലാണ്, ബിക്കോസ് കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ എല്ലാവർക്കും പറയാൻ ഇഷ്ടം ഷാർജയിലെ എന്റെ കമ്പനിയിൽ നിന്നാണോ ദുബായിൽ നിന്നാണോ, ദുബായിൽ നിന്നാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ദുബായിലെ കമ്പനി ഫോർമേഷൻ കോസ്റ്റ് കൂടുതലാണ്. അല്ല നിങ്ങൾക്ക് ചീപ്പ് കോസ്റ്റിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഞാൻ പറയുന്നത് ഷാർജ ഉണ്ട്, റാസൽ ഖൈമ ഉണ്ട്. ഞാൻ എല്ലായിടത്തും കൊട്ടേഷൻ എടുത്തുള്ളതാണ്. റാസൽ ഖൈമയിൽ ഏകദേശം 15,000 to 18,000 തന്നെ, ക്ലോസ് ടു 15,000 വരും. ഷാർജയിൽ 14,000 to 15,000 ഉള്ളൂ. റിന്യൂവൽ കോസ്റ്റ് 8,000 ഉള്ളൂ. സോ ഏറ്റവും ചീപ്പ് ഷാർജയിലെ ഫ്രീ സോൺ ആണ്. 8,000 രൂപയാണ് ഒരു കൊല്ലം റിന്യൂവൽ. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാ കൊല്ലവും റിന്യൂ ചെയ്യണം. സോ നിങ്ങൾക്ക് വലിയ ബിസിനസ് ഒന്നും ഇവിടെ ഇല്ല, ജസ്റ്റ് ഒരു ബാങ്ക് അക്കൗണ്ട്, ഒരു വിസ കിട്ടിയാൽ മതിയെങ്കിൽ ഏറ്റവും എളുപ്പം ഷാർജ ഫ്രീ സോൺ ആണ്. 8,000 രൂപ റിന്യൂവൽ, ഫസ്റ്റ് വൺ ടൈം കോസ്റ്റ് 14,000 to 15,000 റുപ്പീസ് ആവറേജ് വരും. സോ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുക. ഷാർജയിലാണെങ്കിലും റാസൽ ഖൈമയിലാണെങ്കിലും ദുബായിലാണെങ്കിലും എവിടെയാണെങ്കിലും ഫ്രീ സോണിലോ മെയിൻലാൻഡിലോ എവിടെ വേണമെങ്കിലും ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വിത്തൗട്ട് ചാർജസ്, അതാണ് കമ്മീഷൻ ഇല്ലാതെ. ഒത്തിരി ഏജൻസി ഇവിടെ കമ്മീഷൻ കൊടുത്ത് മിനിമം ഒരു 1000 ദിർഹം നിങ്ങളുടെ നിന്ന് കമ്മീഷൻ അവർ മേടിക്കും. 1000 ദിർഹം എന്ന് പറഞ്ഞാൽ 22,000 രൂപയാണ്. ഒരു കമ്മീഷനും ഇല്ലാതെ കമ്പനി രജിസ്റ്റർ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നാം, കമ്മീഷൻ ഇല്ലാണ്ട് നീ എന്താ വല്ല ചാരിറ്റിക്കാണ് ഇരിക്കുന്നത്? അല്ല, ഈ ഫ്രീ സോണുകൾ നമ്മൾ ഓൾറെഡി കമ്പനികൾ ഈ ഫ്രീ സോണിൽ ഉള്ളതുകൊണ്ട് അവിടെ റെഫറൽ പ്രോഗ്രാം ഉണ്ടാവും. ഓൾറെഡി എന്റെ കമ്പനി ഫ്രീ സോണിലുണ്ട്. സോ എനിക്ക് മറ്റൊരാളെ റെഫർ ചെയ്യുമ്പോൾ എനിക്കൊരു കമ്മീഷൻ അവർ തരും. നിങ്ങളുടെ നിന്ന് പിടിച്ചിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ നിന്ന് ആഡ് ചെയ്തിട്ടൊന്നുമല്ല. സംശയം ഉണ്ടെങ്കിൽ ഒത്തിരി ഏജൻസികളുണ്ട്, അവിടെയൊക്കെ നിങ്ങൾക്ക് കൊട്ടേഷൻ എടുക്കാം. 1000 ദിർഹം എന്തായാലും നമ്മളെക്കായും കൂടുതലായിരിക്കും. സോ ഒരു കമ്മീഷനും ക്ലയൻസിന്റെ നിന്ന് മേടിക്കാതെ, എന്നാൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള പൈസ ഫ്രീ സോൺ തരുന്നുണ്ട് റെഫറലായിട്ട്. താല്പര്യമുള്ളവർ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുക. ബെസ്റ്റ് ഓഫർ അവരുടെ നിന്ന് എടുക്കാം. ബൈ.